ഹലോ ഗായ്സ്, അരളിപ്പൂവ് എന്നറിയപ്പെടുന്ന ഈ വിഷപ്പൂവ് നമ്മുടെ കേരളത്തിൽ വരുത്തി വെച്ച വിഷയങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ ന്യൂസിലും അത് ഉണ്ടായിട്ടുള്ളതാണ്. നമ്മുടെ എറണാകുളത്തുള്ള നമ്മുടെ സൂര്യ സുരേന്ദ്രൻ എന്നൊരു സഹോദരി നല്ല മിടുക്കി കൊച്ചായിരുന്നു. ഒരുപാട് പഠിച്ചിട്ട് ഉയരങ്ങളിലേക്ക് എത്തണം എന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരു മോള് ഈ ഒരു അരളിപ്പൂവിൻ്റെ ഇതളും അതിൻ്റെ ഇലയും ഒക്കെ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കടിച്ചു. എന്നിട്ട് ആൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് നിൽക്കുന്ന സ്ഥലത്തു നിന്നായിരുന്നു ആ കൊച്ചിൻ്റെ കയ്യിൽ ആ പൂവ് എത്തിച്ചേരുന്നതും അത് ജസ്റ്റ് ഒന്ന് വായിലിടുന്നതും. അപ്പോൾ ഇതിന് അറിഞ്ഞിരുന്നില്ല അതിൽ വിഷമുണ്ടെന്നുള്ള കാര്യം. എന്നിട്ട് പുള്ളിക്കാരി നേരെ എയർപോർട്ടിലോട്ട് പോയി. എയർപോർട്ടിൽ നിന്ന് ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് അപ്പുറം എത്തിയപ്പോഴാണ് ആൾ കുഴഞ്ഞു വീണ് മരിക്കണത്. അപ്പം വളരെ വിഷമം ഏറിയൊരു കാര്യമായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങളായിട്ട് മുമ്പിലോട്ട് പോകുന്ന ഒരു കുഞ്ഞു മോളായിരുന്നു അത്. അപ്പോൾ അരളിപ്പൂവ് എന്ന് പറയുന്ന ഈ ഒരു പൂവിനെ കൊണ്ട് വന്നു ഭവിച്ചിട്ടുള്ള ഈ ഒരു സംഭവം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിട്ട് പോലും നമ്മളറിയാതെ ഇത് വീട്ടിൽ വളർത്തുന്നവർ ഒരുപാട് പേരുണ്ട്. ഇതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, കാണാൻ പല കളറിലും ഇത് നമ്മുടെ വീടുകളിൽ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് അയൽ രാജ്യങ്ങളിൽ ബഹ്റൈനിലൊക്കെ റോഡ് സൈഡിൽ പോലും ഇത് കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് നട്ട് വളർത്തിയേക്കുവാണ്. എനിക്ക് തോന്നുന്നു ആർക്കും ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതുപോലെ കാട് പോലെ വളർന്ന പൂവൊക്കെ ഉണ്ടായി കാണാൻ നല്ല ഭംഗിയിൽ ഇരിക്കുവാണ്. പക്ഷെ ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു ഇതിൻ്റെ ഈ ഒരു മാരകമായ ഒരു വിഷാംശമുള്ള ഒരു വസ്തുവാണെന്ന്. ഞാൻ വിചാരിക്കണത് നമ്മൾ കുട്ടികളൊക്കെ അറിയാതെ ഇതൊക്കെ പിടിച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ പൂവ് കയ്യിലെടുക്കുകയോ അതിൻ്റെ നീരൊക്കെ കയ്യിൽ ഉണ്ടായിക്കഴിഞ്ഞാലുള്ള വിഷമം ഒന്ന് ചിന്തിച്ച് നോക്കും. നമുക്ക് ആർക്കും അറിയാൻ പോലും സാധിക്കത്തില്ല. അപ്പോൾ വീടുകളിൽ ഇത് വളർത്തുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. പറ്റുവാണെങ്കിൽ അത് വളർത്തണ്ട, എടുത്ത് കളയാം. ഭംഗിയല്ലല്ലോ നമുക്ക് ആവശ്യമുള്ളത്. നമ്മളെ കൊച്ചുങ്ങളല്ലേ, അറിയാതെ പോലും ഇത് വായിലോ അല്ലെങ്കിൽ കയ്യിലോ ആയിപ്പോയിട്ടുണ്ടെങ്കിലുള്ള വിഷമങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ഒരു ജീവനാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കുട്ടികളൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ വളരെ കെയർഫുള്ളായിരിക്കണം. കാരണം നമുക്ക് കാണാൻ ഭംഗിയും അതൊന്നും അല്ല നമ്മൾ ആവശ്യം, നമ്മളെ മക്കളുടെ സംരക്ഷണമാണ് നമുക്ക് ആവശ്യം. അപ്പം ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അതിനുള്ളൊരു ടൈം കിട്ടിയിരുന്നില്ല. അപ്പോൾ എല്ലാവരോടും കൂടെ പറയുകയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. അത് ആ ഒരു വാർത്ത കേട്ടപാടെ ഞാനൊക്കെ കളഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ അത് മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. പിന്നെ എനിക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ഇത് എല്ലായിടത്തും ഇത് ഉപയോഗിക്കുന്നുണ്ട്, അമ്പലങ്ങളിലും എല്ലാ സ്ഥലത്തും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ മറുവശങ്ങൾ അറിയാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്ന് മനസ്സിൽ കരുതുന്നു. അറിയില്ല എന്താണെന്ന്. അപ്പോൾ എന്ത് പറഞ്ഞാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പറ്റുവാണെങ്കിൽ ഇത് ഈ ഒരു പൂവിനെ നമ്മളിൽ നിന്നും ഒരുപാട് അകറ്റി നിർത്തുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം കൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ എനിക്കും കൂടെ അറിയാലോ എന്താണ് അഭിപ്രായം എല്ലാവരുടെയും എന്നുള്ളത്. അപ്പോൾ താങ്ക് യു.